ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ കള്ളൻ കയറി ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കുട്ടികളെ പോലീസ് വളഞ്ഞിട്ടടിച്ച് തലയും കൈയും കാലും തകർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഭീകരജീവിയാണ് പിണറായി വിജയനെന്നും പുറത്താക്കാൻ ജനം രംഗത്തിറങ്ങണമെന്നും കെ. സുധാകരൻ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ചു. എസ്. സുജിത് ദാസ് ബലാത്സംഗം ചെയ്തതായി വീട്ടമ്മയുടെ ആരോപണം. വാർത്തകൾ വിശദമായി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ കള്ളൻ കയറി ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ക്ഷേത്രത്തിലെ ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിലെ ഭണ്ഡാരം തകർത്താണ് പണം കവർന്നിട്ടുള്ളത്. ആൽത്തറയിലെയും നാഗത്തറയിലുള്ള ഭണ്ഡാരങ്ങളും മോഷ്ടാവ് തുറന്നെങ്കിലും പണം ലഭിച്ചിട്ടില്ല. ക്ഷേത്രത്തിന് പിൻവശത്തുള്ള പാടത്തുകൂടിയാണ് മോഷ്ടാവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവമറിഞ്ഞ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്തും വടക്കാഞ്ചേരി പോലീസും ക്ഷേത്രത്തിലെത്തി. അടുത്തിടെ ക്ഷേത്രങ്ങളിൽ മോഷണം പെരുകി വരികയാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടാലത്ത് പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ ഈ മൺസൂൺ കാലം ആരംഭിച്ചതിന് ശേഷം ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോഷണം നടന്നിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രധാന ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ യോഗം ഓൺലൈനിൽ വിളിച്ചു ചേർത്തു. വളരെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 1 മുതൽ ഏതാണ്ട് 3 മണി വരെയുള്ള സമയത്താണ് കളവ് നടക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ജീവനക്കാർ ഏതാണ്ട് ജാഗരൂകരായിരിക്കും വേണം. ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഉള്ള സെക്യൂരിറ്റി ജീവനക്കാർ വളരെ ശ്രദ്ധാപൂർവം ഈ സമയം അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടാണ്. ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾക്ക് CCTV ക്യാമറകളില്ല. ചെറിയ ക്ഷേത്രങ്ങളില്ല. പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും തിരുവല്ലാമലയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. മുതുവറ, അഞ്ഞൂര്, അതുപോലെ തന്നെ തിരുവല്ലാമലയിലൊക്കെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ മോഷ്ടാവിനെ പിടികൂടാനാവുമെന്നാണ് പോലീസ് തന്ന നിർദ്ദേശം. ക്ഷേത്രത്തിലുള്ള സെക്യൂരിറ്റി ജീവനക്കാർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മോഷണ വിവരത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഇനിയുള്ള 10 ദിവസം മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂവിളിയും പൂക്കളവും നിറയും. ജാതി മത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാനൊരുങ്ങി കഴിഞ്ഞു. ഇനി 10 ദിവസം കാത്തിരിപ്പാണ്. പുത്തൻ ഉടുപ്പും സദ്യയും ഓണക്കളികളുമായി തിരുവോണം ആഘോഷിക്കാം. പഴമയുടെ വീണ്ടെടുപ്പിലേക്കുള്ള പുതുതലമുറയുടെ മടക്കയാത്ര കൂടിയാണ് ഓരോ ഓണവും. പതിവ് പോലെ തുമ്പയും കാക്കപ്പൂവും തൊട്ടാവാടിയുമൊക്കെ എവിടെയൊക്കെയോ പ്രതീക്ഷകൾ ഉണർത്തി തലപൊക്കുന്നുണ്ടാവാം. മുക്കുറ്റിയും കാക്കപ്പൂവും തുമ്പപ്പൂവും പറമ്പുകളിൽ ഇന്ന് കിട്ടാനില്ല. കാട്ടിലും മേട്ടിലും നടന്നു ശേഖരിച്ച പൂക്കളുടെ കാലം ഓർമ്മയിലാണ്. ചാണകം മെഴുകി പൂക്കളമിടുന്ന രീതി നന്നേ കുറഞ്ഞുവെങ്കിലും സ്നേഹത്തിൻ്റെ കളങ്ങളിലേക്ക് പല വർണ്ണത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിറയുന്നുണ്ട്. കഥകളിയും വള്ളംകളിയും ദേവരൂപങ്ങളുമെല്ലാം പൂക്കളങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ഡിസൈനുകളാകും. ചിങ്ങത്തിലെ അത്തം നാളിൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം കഴിഞ്ഞ് ചതയം നാൾ വരെ നീണ്ടു നിൽക്കും. ഓണക്കോടി വാങ്ങിയും സദ്യ ഒരുക്കിയും കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും 10 നാളുകളാണ് ഇനി മലയാളിക്ക് വരാനിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ മന്ത്രി ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രദക്ഷിണം വെച്ച ശേഷം ഭഗവതിയെ തൊഴുതു വണങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ മന്ത്രി ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രദക്ഷിണം വെച്ച ശേഷം ഭഗവതിയെ തൊഴുതു വണങ്ങി. പുഷ്പാഞ്ജലി, വിളക്ക്, മാല, നെയ്വിളക്ക്, പായസം എന്നിവ വഴിപാട് സമർപ്പിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർക്ക് അദ്ദേഹം ദക്ഷിണ സമർപ്പിച്ചു.
ക്ഷേത്രത്തിൽ നടന്ന മോഷണ വിവരങ്ങളെക്കുറിച്ച് ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാറിൽ നിന്ന് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. പാലക്കാട്ടേക്ക് പോകും വഴിയാണ് മന്ത്രി സുരേഷ് ഗോപി ഉത്രാളിക്കാവിൽ ദർശനം നടത്തിയത്. മന്ത്രിയായ ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി ഉത്രാളിക്കാവിലെത്തുന്നത്. ഉത്രാളിക്കാവിലെത്തിയ മന്ത്രി സുരേഷ് ഗോപിക്ക് ഉത്രാളിക്കാവിലമ്മയുടെ ഫോട്ടോ സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഭീകരജീവിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായിയെ പുറത്താക്കാൻ ജനം രംഗത്തിറങ്ങണമെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഭീകരജീവിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പിണറായിയെ പുറത്താക്കാൻ ജനം രംഗത്തിറങ്ങണമെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് KPCC സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സുധാകരൻ. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെയാണ് മുഖ്യമന്ത്രിക്കൊത്ത പോലീസുകാർ. ഈ മുഖ്യമന്ത്രിയെ വെച്ച് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും സുധാകരൻ പറഞ്ഞു. പ്രക്ഷോഭത്തിന്റെ തീച്ചൂളയിൽ ഈ സർക്കാരിനെ ചുട്ടുകരിക്കണമെന്നും പ്രവർത്തകരോട് സുധാകരൻ പറഞ്ഞു. ഒന്നും ചെയ്യാതിരുന്ന കുട്ടികളെ പോലീസിൽ വളഞ്ഞിട്ട് അടിച്ച് തലയും കൈയും കാലും തകർക്കുകയാണ്. പോലീസുകാരെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിണറായി രാജിവെച്ചു പോകണം. മക്കൾക്കും കുടുംബത്തിനും പണം ഉണ്ടാക്കുന്നതിനൊപ്പം നാട്ടിൽ പ്രക്ഷോഭത്തിന്റെ തീച്ചൂളയിൽ ഈ സർക്കാരിനെ ചുട്ടുകരിക്കണമെന്നും പ്രവർത്തകരോട് സുധാകരൻ പറഞ്ഞു. ഒന്നും ചെയ്യാതിരുന്ന കുട്ടികളെ പോലീസ് വളഞ്ഞിട്ടടിച്ച് കൈയും തലയും കാലും തകർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒന്നും ചെയ്യാതിരുന്ന കുട്ടികളെ പോലീസ് വളഞ്ഞിട്ട് അടിച്ച് തലയും കൈയും കാലും തകർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് KPCC സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസുകാരെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിണറായി രാജിവെച്ചു പോകണം. മക്കൾക്കും കുടുംബത്തിനും പണം ഉണ്ടാക്കുന്നതിനൊപ്പം നാട്ടിൽ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കണം അദ്ദേഹം പറഞ്ഞു. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും ചുണ്ടനയ്ക്ക് മറുപടി പറയാൻ കഴിയാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മഹാമൗനത്തിന്റെ മാളത്തിൽ ഒളിച്ച ഭീരുവാണ് മുഖ്യമന്ത്രി. ഇനി പിണറായി അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി വിജയൻ എന്നാണ്. ADGP RSS കൂടിക്കാഴ്ചയെപ്പറ്റി മുഖ്യമന്ത്രി മറുപടി പറയണം. അജിത് കുമാറിനെ അയച്ചത് എന്തിനെന്നതിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം, സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 400 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 53,760 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 6,720 രൂപയാണ്. തുടർച്ചയായ 4 ദിവസവും മാറ്റമില്ലാതെ തുടർന്ന വിലയിലാണ് ഇന്ന് വലിയ വർധനവുണ്ടായത്. വെള്ളി വിലയിലും വർധനവുണ്ടായി. 2 രൂപ വർദ്ധിച്ച് 91-ലെത്തി നിരക്ക്. ഇടവേള. ഓണം പ്രമാണിച്ച് ഓട്ടുപാറ മാണീസിൽ വിലക്കുറവിന്റെ വമ്പൻ ഓഫറുകൾ. നറുക്കെടുപ്പിലൂടെ കൈനിറയെ സമ്മാനങ്ങൾ നേടാൻ മറ്റൊന്നുമില്ലാത്ത ഓഫറുകളുമായി ഓട്ടുപാറയിലെ മാണീസ്. ഓണം കെങ്കേമമാക്കാൻ മാണീസിനോടൊപ്പം ആഘോഷിക്കൂ. ഈ ഓണം മാണീസിനോടൊപ്പം. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 9072 303443 8078417443. വീണ്ടും വാർത്തകളിലേക്ക്. SP ആയിരുന്ന S സുജിത് ദാസ് ബലാത്സംഗം ചെയ്തതായി വീട്ടമ്മയുടെ ആരോപണം. SP ആയിരുന്ന S സുജിത് ദാസ് ബലാത്സംഗം ചെയ്തതായി വീട്ടമ്മയുടെ ആരോപണം. പൊന്നാനി മുൻ SHO വിനോദിനെതിരെയും വീട്ടമ്മ ലൈംഗിക പീഡന ആരോപണം ഉയർത്തി. വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും DGPക്ക് പരാതി നൽകുമെന്നും നിലവിൽ സസ്പെൻഷനുള്ള സുജിത് ദാസ് പറഞ്ഞു. കുടുംബ പ്രശ്നത്തെക്കുറിച്ച് പരാതി നൽകാനെത്തിയ തന്നെ SPയും CIയും ബലാത്സംഗം ചെയ്തെന്നാണ് വീട്ടമ്മ ആരോപിക്കുന്നത്. സുജിത് ദാസിനെതിരെ PV അൻവർ MLA വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിലാണ് താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നും വീട്ടമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സുജിത് ദാസ് 2 തവണ ബലാത്സംഗം ചെയ്തെന്നാണ് വീട്ടമ്മ പറയുന്നത്. കുട്ടിയില്ലാതെ തനിച്ചു കാണാൻ വരാൻ SP ആവശ്യപ്പെട്ടു കോട്ടകലിലേക്ക് വരാൻ പറഞ്ഞു. SP ഓഫീസിന് കുറച്ചകലെയായി മറ്റൊരു വീട്ടിലേക്ക് ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് SP ആദ്യം പീഡിപ്പിച്ചത്. 2ാമത്തെ തവണ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടെയുണ്ടായിരുന്നു. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞത്. ജ്യൂസ് കുടിക്കാൻ തന്ന ശേഷം SP ബലാത്സംഗം ചെയ്തു. വലിയൊരു വീട്ടിൽ വെച്ചായിരുന്നു പീഡനമെന്നും വീട്ടമ്മ പറയുന്നു. വടക്കാഞ്ചേരി അകമലയിലെ പട്ടി ഫാമിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പനയെന്ന് സംശയം. അകമലയിൽ നായ്ക്കളെ പാർപ്പിക്കുന്ന ഷെൽട്ടർ ഹോമിന്റെ സമീപത്ത് നിന്ന് 650 ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശിയായ ആഷിഖ് എന്നയാളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരനാണ് ആഷിഖ്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷെൽട്ടർ ഹോമിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്.
പോലീസുകാരെ കണ്ട ജീവനക്കാർ ഷെൽട്ടർ ഹോമിനുള്ളിലേക്ക് ഓടിക്കയറി. പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ ഒരു സംഘം ആളുകൾ ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരി സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച നടപടി വീട്ടമ്മമാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച നടപടി വീട്ടമ്മമാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല പറഞ്ഞു. സമ്പന്നർക്കും കുത്തക മുതലാളിമാർക്കും വേണ്ടി ഏത് വഴിവിട്ട ഇടപാടുകളും ചെയ്യുന്ന ഭരണകൂടം സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ബോധപൂർവം സൃഷ്ടിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനകീയ പോരാട്ടം ശക്തമാക്കും. മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഓട്ടുപാറ മാവേലി സ്റ്റോറിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു നിർമ്മല. മാവേലി സ്റ്റോറിനെ സമീപിക്കുന്നത് അതല്ലാതെ നിറയെ പൈസയുള്ള ആളുകളോ അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ താമസിക്കുന്ന ആളുകളോ അല്ല. ഈ സാധാരണക്കാരെ ഇന്ന് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ഈ മാവേലി സ്റ്റോറിൽ എത്തുന്നത്. അതിനവർക്ക് വേണ്ട സാധനങ്ങൾ യാതൊന്നും മാവേലി സ്റ്റോറിലില്ല. പരിപ്പ് മുതൽ യാതൊരു സാധനങ്ങളും ഇല്ല. പിന്നെ അരിക്കാണെങ്കിൽ ഇപ്പോൾ ഇന്ന് അരിക്ക് വില കൂട്ടിയിരിക്കുന്നു. പഞ്ചസാര, പരിപ്പ് ഇതിനൊക്കെ ഇന്ന് 3 രൂപ, 4 രൂപ, 6 രൂപ വെച്ച് എല്ലാറ്റിനും വില കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർ സാധാരണക്കാരെ രക്ഷപ്പെടുത്താനാണോ കഷ്ടത്തിലാക്കാനാണോ ഈ സർക്കാർ മുൻകരുതലെടുക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്കതിനൊന്നും സമയമില്ല. സ്ത്രീകളെ 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത്. അതും നമുക്കറിയാം. അങ്ങനെയുള്ള ഓരോ കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഈ സമൂഹത്തിൽ എവിടെ നോക്കിയാലും, ഒരു ഭാഗം എന്നല്ല ഏത് ഭാഗം നോക്കിയാലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ബുഷ്ര റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രസംഗം നടത്തി. PN വൈശാഖ്, ബിജു ഇസ്മായിൽ, സന്ധ്യ കൊടക്കേടത്ത്, സൈറ ബാനു, ജിജി സാംസൺ, പുഷ്പലത അനിൽ, P സൗമ്യ, PM പ്രീത, ജയൻ മംഗലം, നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ, KK അബൂബക്കർ, PS രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ നടയിൽ അത്തപ്പൂക്കളം ഒരുക്കി സൗഹൃദ കൂട്ടായ്മ. തൃശൂർ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ 17ാമത് അത്തപ്പൂക്കളം അണിയിച്ചൊരുക്കി. വയനാട് ദുരന്ത ദൃശ്യങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ള ഇത്തവണത്തെ അത്തപ്പൂക്കളം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും വലിയ സന്ദേശം കൈമാറുകയും ചെയ്തു. അത്തപ്പൂക്കള സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ നിർവഹിച്ചു. സായാഹ്ന സൗഹൃദ കൂട്ടായ്മ പ്രവർത്തകരിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും വയനാട് പുനരുദ്ധാരണത്തിനായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള ചെക്കുകൾ കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ ഏറ്റുവാങ്ങി. കൗൺസിലർ പൂർണിമ സുരേഷ്, ലയൺസ് ക്ലബ്ബ് ഗവർണർ ജെയിംസ് വളപ്പില, CN ഗോവിന്ദൻകുട്ടി, മുൻ മേയർ K രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, അഡ്വക്കേറ്റ് ഷോബി T വർഗീസ്, CN ചന്ദ്രൻ, KK സോമൻ, VK രവീന്ദ്രൻ, തണ്ണി ചക്രമാക്കൽ, EN ഗോപി, AG സുരേഷ്, RH ജമാൽ, ആനന്ദ് പ്രസാദ്, മനോജ് ചെമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 17ാമത് അത്തപ്പൂക്കളം അണിയിച്ചൊരുക്കി കഴിഞ്ഞു. ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന ഈ വർഷത്തെ അത്തപ്പൂക്കളം വയനാട് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 150ഓളം വരുന്ന പ്രവർത്തകരും അതിനോടൊപ്പം തന്നെ വരുന്ന അഭ്യുദയകാംക്ഷികളും ഒത്തൊരുമിച്ചിട്ടാണ് ഈ പൂക്കളം തീർക്കുവാൻ പുലർക്കാലം മുതൽ ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ എത്തിച്ചേർന്നത്. ഈ പൂക്കളം തൃശ്ശൂരിൻ്റെ മാത്രം സ്വന്തമാണ്. തൃശ്ശൂരിന് സ്വന്തമായി പൂരമുണ്ട്, സ്വന്തമായി പുലിക്കളിയുണ്ട്, സ്വന്തമായി കുമ്മാട്ടി ആഘോഷമുണ്ട്. ഇപ്പോൾ സ്വന്തമായി ഒരു പൂക്കളവും തൃശ്ശൂരിന് കൈവന്നിരിക്കുകയാണ്. കേരളം ദേശീയോത്സവമായി കാണുന്ന ഓണം മാവേലി നാട് വാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന വലിയ സന്ദേശത്തിൻ്റെ ഭാഗമായാണ് ആഘോഷിക്കുന്നത്. ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ഓണാഘോഷമില്ല എന്ന മഹത്തായ സന്ദേശമാണ്. അവരുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും അവർക്ക് കൈത്താങ്ങാകുവാനും സ്റ്റേ വിത്ത് വയനാട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ ഓണാഘോഷം നാം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വയനാടിൻ്റെ ദുരന്തമനുഭവിച്ച എല്ലാവർക്കും ഐക്യദാർഢ്യവും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നും തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകരും
അഭ്യുദയകാംക്ഷികളും അണിനിരക്കുകയാണ്. അംഗങ്ങളിൽ നിന്നും സംഭാവനയായി ലഭിച്ച ചെക്കുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരള ബാങ്ക് വൈസ് ചെയർമാൻ ശ്രീ M K കണ്ണൻ ചെക്കുകളെല്ലാം ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ഒപ്പം തന്നെ പൂക്കളത്തിൻ്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ M K സുദർശനൻ നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ധാരാളം ആളുകളാണ് തേക്കിങ്ങാട് മൈതാനത്തെ ഈ മനോഹരമായ പൂക്കളവും വയനാടിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പൂക്കളവും കാണുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേള കൂടി. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയിൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ. ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ വീട്ടുപകരണങ്ങൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിൽ. ജനതയുള്ളപ്പോൾ ഇനി എന്തിന് മറ്റൊരിടം തേടി പോകണം? ഓണത്തിനൊരുങ്ങാൻ ജനതയൊരുക്കുന്ന സുവർണാവസരം. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, 3 പീസ് നോൺ സ്റ്റിക് കുക്ക്വെയർ, കെറ്റിൽ, മോപ്പ്, അയൺ ബോക്സ് എന്നിവയടങ്ങുന്ന പാക്കേജ് ഓണം പ്രമാണിച്ച് 8,899 രൂപയ്ക്ക് ലഭിക്കുന്നു. ജനതയിൽ ഇപ്പോൾ വിലക്കുറവിന്റെ ആഘോഷം. ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779. വീണ്ടും വാർത്തകളിലേക്ക്. നടൻ നിവിൻ പോളിക്കെതിരെ യുവതിയുടെ മൊഴിയിൽ പൊരുത്തക്കേട്, വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. നടൻ നിവിൻ പോളിക്കെതിരെ യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നായിരുന്നു ആദ്യ പരാതി. ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിൽ വ്യക്തത വരുത്താൻ യാത്രാരേഖകൾ പരിശോധിക്കും. ഹോട്ടൽ അധികൃതരിൽ നിന്നും വിവരം ശേഖരിക്കും. 2021 ശേഷം നിവിൻ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചതായാണ് ലഭിക്കുന്ന വിവരം. യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ്. നിവിൻ പോളിയടക്കം 6 പേർക്ക് എതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തത്. നിവിൻ 6ാം പ്രതിയാണ്. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്കിടെയുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ADGP MR അജിത് കുമാർ എന്നിവർക്കെതിരെ PV അൻവർ നൽകിയ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്തേക്കും. അൻവറിന്റെ പരാതി പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് നേതൃത്വത്തിന്റെ പൊതു അഭിപ്രായം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ EP ജയരാജൻ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തിയില്ല. കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയതിൽ EP ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട്. സമ്മേളനകാലത്ത് സംഘടനാ നടപടി പാടില്ലെന്നാണ് CPMന്റെ ചട്ടം. നടപടി വേണമെങ്കിൽ പാർട്ടി കോൺഗ്രസ് കഴിയേണ്ടി വരും. മേയിൽ 75 പൂർത്തിയാകുന്ന EP ജയരാജനെ അടുത്ത പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയത് പാർട്ടിയുടെ അച്ചടക്ക നടപടിയല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചത്. EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുമെന്നും സെക്രട്ടറി പറഞ്ഞിരുന്നു. CPMന്റെ സംഘടനാ രീതി പ്രകാരം സമ്മേളനങ്ങൾ തുടങ്ങിയാൽ അച്ചടക്ക നടപടി പാടില്ല. EPക്കെതിരെ ഇനി സംഘടനാ നടപടി സ്വീകരിക്കണമെങ്കിൽ ഏപ്രിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് കഴിയണം. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. താലൂക്ക് വികസന സമിതി യോഗം നാളെ. സെപ്റ്റംബർ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം നാളെ 7/9/2024 10:30 തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. പുതിയ തഹസിൽദാർ MK കിഷോർ യോഗത്തിൽ പങ്കെടുക്കും. പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് ഒരു പൊതുപരിഹാര സംവിധാനമാണ് താലൂക്ക് സഭ ജില്ലാ കളക്ടർമാരുടെ കീഴിലെ ഡെപ്യൂട്ടി കളക്ടറുടെ കീഴിലാണ് താലൂക്ക് സഭ ചേരേണ്ടത്. ഡെപ്യൂട്ടി കളക്ടറുടെ കീഴിലാണ് തലപ്പള്ളി താലൂക്ക് സഭ. തലപ്പള്ളി താലൂക്കിലെ എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും കൃത്യമായി പങ്കെടുക്കാൻ നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് താലൂക്ക് സഭാ പ്രതിനിധികൾ മുഖേനയോ താലൂക്ക് തഹസിൽദാർ വഴിയോ വില്ലേജ് വികസന സമിതികൾ മുഖേനയോ ഏത് വകുപ്പിലെ പരാതികളും അടിയന്തരമായി പരിഹരിക്കുവാൻ വേണ്ടിയാണ് താലൂക്ക് സഭ. എനി ടൈം ന്യൂസ്. കൈക്കൊട്ടിക്കളി മത്സരം വിജയികളെ പ്രഖ്യാപിച്ചു. എനി ടൈം ന്യൂസും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച കൈക്കൊട്ടിക്കളി മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. കിള്ളിമംഗലം നിവേദ്യം കൈക്കൊട്ടിക്കളി സംഘം 1ാം സമ്മാനത്തിന് അർഹരായി. തിരുവില്ലാമല ശിവപാർവതി കൈക്കൊട്ടിക്കളി സംഘം 2ാം സ്ഥാനവും ആറങ്ങോട്ടുകര സർഗാംഗന കൈക്കൊട്ടിക്കളി സംഘം 3ാം സ്ഥാനവും പങ്കിട്ടു. ഞായറാഴ്ച രാവിലെ 10:30 ഓട്ടുപാറയുള്ള ബ്യൂട്ടി സിൽക്സ് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വെച്ച് നർത്തകി ഗായത്രി ഗോവിന്ദ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും.
ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ AJ, സെക്രട്ടറി വിൻസെന്റ് കുന്നമ്പിള്ളി, ലയൺസ് ക്ലബ് അംഗം PN ഗോകുലൻ, എനിടൈം ന്യൂസ് മാനേജർ A ചന്ദ്രൻ, ബ്യൂട്ടിസിൽസ് മാനേജിംഗ് ഡയറക്ടർ ഇൻസാഫ് റഫീഖ്, മാനേജർ AR ഫ്രാൻസിസ് എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ കള്ളൻ കയറി ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കുട്ടികളെ പോലീസ് വളഞ്ഞിട്ടടിച്ച് തലയും കൈയും കാലും തകർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭീകരജീവിയാണ് പിണറായി വിജയനെന്നും പുറത്താക്കാൻ ജനം രംഗത്തിറങ്ങണമെന്നും K സുധാകരൻ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ചു. S സുജിത് ദാസ് ബലാത്സംഗം ചെയ്തതായി വീട്ടമ്മയുടെ ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.